നമസ്കാരം. അഞ്ജലി. ഇപ്പോ ഈ തിരംഗ യാത്രയിൽ ഭാരതാംബയായിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? ഇങ്ങനെ ഒരു വേഷം ധരിക്കാനുള്ള കാരണം? ഇത് ഇന്ന് നടക്കുന്നത് ഭാരതത്തിന്റെ ഒരു സൈനിക വിജയം, നമ്മൾ പാകിസ്ഥാനെതിരെ നേടിയ ഒരു സൈനിക വിജയത്തിന്റെ ഒരു ആഘോഷം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു തിരംഗ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതിൽ ഭാരതാംബയായിട്ട് എന്താ പറയുക, ഒരു കോസ്റ്റ്യൂമിൽ വരാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അതിലുപരി ഒരുപാട് അഭിമാനവും തോന്നുന്നുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു സമയത്ത് ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നത് അൺപാർലമെന്ററി ആണെന്ന് ഉള്ളൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഈ ഒരു സമയത്ത് എന്താ പറയാ? അദ്ദേഹം അതെല്ലാം ഒരു രാഷ്ട്രീയ ബോധമില്ലാത്തതിൻ്റെ ഒരു പുറത്താണ്. അതായത് ഭാരത് മാതാക്കി ജയ് വിളിക്കുക എന്നത് ഒരു BJP-കാരൻ മാത്രം വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു സംഘപരിവാർ പ്രസ്ഥാനം മാത്രം വിളിക്കുന്ന ഒരു മുദ്രാവാക്യമാണെന്നാണ് അവരെല്ലാവരും കരുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെല്ലാം കരുതിയിട്ടുള്ളത് അത്തരത്തിലാണ്. എന്നാൽ ഭാരത് മാതാക്കി നമ്മൾ ജയ് വിളിക്കുന്നത് നമുക്ക് നമ്മുടെ ഭാരതത്തിനെ മാതാവായി കാണുന്ന ഓരോരുത്തർക്കും ഒരു അഭിമാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഭാരത് മാതാവ് ജയിക്കണം എന്ന് നമ്മൾ ഓരോരുത്തരും അടിത്തട്ടിൽ നിന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പുറത്താണ് ഭാരത് മാതാക്കി ജയ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിൽ ഒരു രാഷ്ട്രീയ അവബോധമില്ലായ്മയുടെ പുറത്ത്, അല്ലെങ്കിൽ എല്ലാത്തിനെ രാഷ്ട്രീയ ലുക്കിൽ മാത്രം കാണുന്നതിന്റെ പുറത്ത് പറ്റിപ്പോകുന്ന ഒരു മണ്ടത്തരം പറച്ചിലുകളായിട്ട് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഇത് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന് ഒരു സംശയത്തിനെ നിഴലാക്കുന്ന തരത്തിലേക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനായിട്ട് നിരന്തരമായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിനോട് എന്താണ് പറയാനുള്ളത് ഈ ഒരു സമയത്ത്? ഇത്തരത്തിലൊരു സാഹചര്യം ഇന്ത്യ നേരിടുന്ന സമയത്ത് രാഷ്ട്രീയവും എല്ലാം മറന്ന് നമ്മളെല്ലാവരും ഭാരതത്തിൻ്റെ ആ ഒരു സൈന്യത്തിൻ്റെ, അല്ലെങ്കിൽ ഭാരതം ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ കീഴിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുക എന്നൊരു കർത്തവ്യമാണ് ഒരു രാഷ്ട്രബോധമുള്ള ഏതൊരു പൗരനും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടത്. അത്തരത്തിലുള്ളൊരു മര്യാദ തുടക്കത്തിൽ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ കാണിച്ചിരുന്നെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇതിനെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരാജയമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് വ്യക്തമായിട്ടും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു കാഴ്ച, ഒരു സിറ്റുവേഷനാണ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടാക്കിയത്. അത് കേരളത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ എത്രത്തോളം അതിനെ വിലയിരുത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പെഹൽഗാം ആക്രമണത്തിൽ മരിച്ച പല ആളുകളുടെയും മൃതശരീരത്തോട്, അല്ലെങ്കിൽ അത് ജനങ്ങൾ വലിയ രീതിയിൽ അതിനെ ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെയുള്ള അവരൊരു വികാരമാക്കിയൊക്കെ മാറ്റിയിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ മരിച്ചിട്ടും, പെഹൽഗാം ആക്രമണത്തിൽ മരിച്ചിട്ടും, ഇപ്പോൾ അദ്ദേഹത്തെ മറന്ന രീതിയിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാരൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളും അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും അങ്ങനെ തന്നെ ചെയ്യുന്നൊരു കാര്യമായിട്ട് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തോടൊക്കെ ചെയ്യുന്നൊരു വിവേചനം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഒരു രാമചന്ദ്രൻ ചേട്ടൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്താൻ തന്നെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് ഒരു 3-4 ദിവസങ്ങളെടുത്തു. അത് തന്നെ ഇദ്ദേഹത്തിനോട് കാണിക്കുന്ന ഒരു വിവേചനമായിട്ട് നമുക്ക് വിലയിരുത്താം. അത് തന്നെയാണ് നമ്മുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷമായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരംഗ യാത്ര രാജ്യത്ത് BJP നടത്തുന്ന സമയത്ത് അതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ഒരു സംഭവമാക്കി BJP ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണം, അതാണ് മുഖ്യമായിട്ട് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ളൊരു ആരോപണമാണ്. അവർക്ക് അങ്ങനെ നിരന്തരം ആരോപണം ഉന്നയിക്കുക എന്നതാണല്ലോ അവരുടെ കർത്തവ്യം. അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ ആരോപണത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ ചിന്തിക്കാറില്ല, അതിനെ അവർ പരിശോധിക്കാറുമില്ല. കേന്ദ്ര സർക്കാരിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാം, ആ ആരോപണങ്ങളെല്ലാം അവർ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കും. അതാണ് അവർ കഴിഞ്ഞ 11 വർഷമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാരതമാതാവിൻ്റെ ഈ ഒരു രൂപം ധരിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേഷം അണിഞ്ഞ് ഈ പൊതുനിരത്തിലേക്ക് ഈ തിരംഗയാത്രയിൽ ഇറങ്ങുന്ന സമയത്ത് എന്താണ് തോന്നുന്നത്? വളരെയധികം അഭിമാനമാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ഭാരതമാതാവിനെ നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, ഈ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. നമ്മുടെ ഭൂമിയെ, പെറ്റമ്മയെ സ്വർഗത്തിനേക്കാളും തുല്യമായിട്ട് കാണുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തിന് തുല്യമാണ് എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലൂടെ അടിയുറച്ച് പോകുന്ന ഒരു ഭാരത ജനതയാണുള്ളത്. അപ്പോൾ പെറ്റമ്മയെ പോലെ നമ്മുടെ ഭാരതമാതാവിനെ കാണുമ്പോൾ ആ ഒരു വേഷം ധരിച്ച് ഭാരതമാതാവായി ഈ ഒരു തെരുവീതികളിലൂടെ നടക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, വടക്കുന്നാഥൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഒരുപാട് അധികം അഭിമാനം തോന്നുന്ന ഒരു സമയമാണ്.
ഒരു തിരക്കൂല നമ്മളെ കുറച്ച് കാര്യം രണ്ട് സ്റ്റെപ്പ് നിങ്ങളൊന്നും മതി നിങ്ങൾ ഈ ക്യാപ്പ് മെയിൻറ്റെയിൻ ആരും കാണില്ല എല്ലാ ചാനൽ എടുക്കാനല്ലേ അവരൊന്നും വന്ദേ 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 മാതരം വന്ദേ 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 മാതരം അഭിവാദ്യങ്ങൾ 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 ജീവജവാൻ അഭിവാദ്യങ്ങൾ ഹരി ഹരി ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ